അങ്ങനെ നമ്മൾ ജയ്സൽമീറിൽ നിന്നും മരുഭൂമിയിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് ഇന്ന് അവിടെയാണ് സ്റ്റേ. അവിടുത്തെ രാജസ്ഥാനി ട്രഡീഷണൽ ഹട്ടുകളിലാണ് നമ്മളത് സ്റ്റേ. അപ്പം നമ്മൾ ജയ്സൽമീർ നഗരത്തോട് ഇവിടെ പറയാണ്. മരുഭൂമിയിലേക്കുള്ള യാത്രയിലാണ് സുഹൃത്തുക്കളെ. മരുഭൂമിയിലേക്ക് അതിൻ്റെ പരിസര പ്രദേശങ്ങളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രിയമുള്ളവരെ, നമ്മൾ എത്തിയിരിക്കുന്നത് രാജസ്ഥാനിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വളരെയധികം നിഗൂഢതകൾ നിറഞ്ഞു നിൽക്കുന്ന ഇന്നും തെളിയിക്കപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഗുൽദാര വില്ലേജിന് അങ്ങോട്ടാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ഇത് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പാർക്കിംഗ് ആണ്. ഇവിടെ നിന്ന് വേണം നമുക്ക് ആ വില്ലേജിലേക്ക് പോകാൻ. ഈ പാതയിലൂടെ സഞ്ചരിച്ചിട്ട് വേണം നമുക്ക് ആ വില്ലേജിലേക്ക് എത്തിച്ചേരാൻ. ആ വില്ലേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒറ്റ രാത്രി കൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ ഈ വില്ലേജിൽ നിന്നും അപ്രത്യക്ഷമായി എന്നതാണ് ഈ വില്ലേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവരെവിടെ പോയി, എന്താണ് അവർക്ക് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഇന്നും കൃത്യമായിട്ടുള്ള യാതൊരുവിധ വിവരങ്ങളും ഒരാൾക്കും ലഭ്യമല്ല. ഇങ്ങനെ നമ്മൾ ഈ വില്ലേജിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ നമുക്ക് വെൽക്കം ടു ഗുൽദാര എന്നുള്ള ഒരു ബോർഡ്, ഒരു എഴുത്തൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇതാണ് ആ വില്ലേജ് കേട്ടോ. ഒറ്റ രാത്രി കൊണ്ട് കുടിവയ്പ്പിക്കതല്ല, ഒറ്റ രാത്രി കൊണ്ട് ഇവിടെയുള്ള ആളുകൾ പൂർണ്ണമായും അപ്രത്യക്ഷമായതുകൊണ്ട് തന്നെ ഗോസ്റ്റ് വില്ലേജ്, പ്രേതങ്ങളുടെ വില്ലേജ് എന്ന പേര് കൂടി ഈ ഒരു ഗ്രാമത്തിനുണ്ട്. ഇതാണ് ആ വില്ലേജിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ചുമരുകളിലൊക്കെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ വന്നിട്ടുള്ള സഞ്ചാരികളായിരിക്കാം. ഇവരുടെയൊക്കെ പേരുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിറയെ ഇത്തരത്തിലുള്ള പേരുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. എല്ലാവരും പേര് എഴുതിയാളി പറഞ്ഞോളെ. ദീപ് ഇതിനുള്ള തണുപ്പുണ്ട് കേട്ടോ. പൂർണ്ണമായിട്ടും കല്ലുകൾ കൊണ്ട് മാത്രം നിർമ്മിച്ചിട്ടുള്ള നിർമ്മിതികളാണ് കേട്ടോ അത്. പണ്ടത്തെ അവരുടെ വീടുകളും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ തന്നെ ഭാഗികമായിട്ട് നശിച്ച വീടുകളുണ്ട്, പൂർണ്ണമായിട്ട് നശിച്ച വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവരുടെ വീടുകളുടെ അവശിഷ്ടങ്ങളാണ് കാണുന്നത്. ഇതാ അവിടെ ഡീറ്റെയിൽ ഇവിടെ ഉണ്ട് കേട്ടോ. അവരുടെ പണ്ടത്തെ വീടിൽ ഈ നിവാസികൾ കൃഷിയിലും മറ്റൊക്കെ വളരെയധികം എന്താ പറയുക, അഗ്രഗണ്യരായിരുന്ന ആളുകളായിരുന്നു ഇവർ. ഈ മരുഭൂമിയിലും അവർ വ്യത്യസ്തമായിട്ടുള്ള കൃഷികൾ വളരെ വിജയകരമായിട്ട് അവർ അതെ അതായത് മരങ്ങൾ അടുക്കി വെച്ചിട്ട് അതിന്റെ മേലെ മണ്ണ് ചളി നിറച്ചിട്ടാണ് അവരന്ന് ഉപയോഗിച്ചിരുന്ന കൃഷി ഉപകരണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ കാണുന്നത്. ഇത് പുതിയതായിരിക്കും, എന്താ അറിയില്ല. ഇതിന്റെ ഉള്ളില് ഭയങ്കര തണുപ്പ്, പുറത്ത് ചൂടും, ഭയങ്കര കൂളിങ്, എ സിയിലൊക്കെ വെക്കണേ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ട് അവരുടെ ഭക്ഷണധാന്യങ്ങളും മറ്റൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അണ്ടർഗ്രൗണ്ടിൽ ഉപയോഗിച്ചിരുന്ന അറകളാണ് കേട്ടോ ഈ കാണുന്നത്. അവരുടെ ഭക്ഷ്യ ധാന്യങ്ങളൊക്കെ അറകളാ. നമ്മൾ ഇവിടുത്തെ ഒരു ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്പിലേക്കാണ് വന്നത്. ഇത് കണ്ടാൽ കാണാൻ കഴിയും പൂർണ്ണമായിട്ടും നശിച്ച അവരുടെ വില്ലേജ്. 1825 ഈ ദുരന്ത സംഭവം ഇവിടെ സംഭവിച്ചത്. 84
ഗ്രാമങ്ങളിലെ ഗുൽദാര ഉൾപ്പെടെയുള്ള 84 ഗ്രാമങ്ങളിലെ പരിസര പ്രദേശത്തെ 84 ഗ്രാമങ്ങളിലെ ആളുകൾ ഒറ്റയടിക്ക് അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത്. അവരുടെ മുഴുവൻ സമ്പത്തും അവരുടെ സമ്പാദ്യമൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് അവർ ഇവിടെ നിന്നും പോയത്. അവരെ ഇവിടെ നിന്നും കാണാതായത്. പണ്ടത്തെ തകർന്നു വീണ അവരുടെ വീടിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇവിടുത്തെ ഒരു കാര്യം നോക്കിയ സമയത്ത് കാണാൻ കഴിഞ്ഞത്, രാത്രി സമയങ്ങളിൽ ഇങ്ങോട്ട് ഇപ്പോഴും ആർക്കും പ്രവേശനമില്ല. 6 മണിക്ക് ശേഷം ആളുകൾ ഇങ്ങോട്ട് കയറി വരാൻ ഭയപ്പെടുന്നു എന്നാണ് നോക്കിയപ്പോൾ മനസ്സിലായത്. യെസ്, ഒരുപാട് വിദേശികളടക്കമുള്ള ഒരുപാട് സഞ്ചാരികളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്രാമവാസികൾ ഇവിടെ നിന്നും പോയതിന് ശേഷം അവർ ഈ ദേശത്തെ ശപിച്ചുകൊണ്ടാണ് ഇവിടുന്ന് പോയത് എന്നാണ് ചരിത്രം പറയുന്നത്, ആളുകൾ വിശ്വസിക്കുന്നത്. അതിനുശേഷം ഇവിടെ അവർക്ക് ശേഷം വന്ന വേറെ പല ആളുകളും പല ടീമും ഇവിടെ വന്നിട്ട് ജനതാമസം സ്ഥിരപ്പെടുത്താൻ നോക്കിയെന്നുണ്ടെങ്കിലും അവർക്ക് ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ കഴിയാതെ അവർ പിന്മാറി പോവുകയാണ് ചെയ്തത് എന്നാണ് ഇതിൽ നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അന്നത്തെ കാലത്ത് അവർ ഏറ്റവും മികച്ച രീതിയിൽ പിന്നെ ഈ മരുഭൂമിയിൽ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള കൃഷികളും മറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ ഹാപ്പി ആയിട്ട് കഴിഞ്ഞിരുന്ന ആളുകളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അന്ന് വളരെ വെള്ളത്തിന് വളരെയധികം ദൗർബല്യം നേരിടുന്ന ഒരു പ്രദേശമായി അവരുടെ കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ വളരെ അധികം വിജയകരമായിട്ട് ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അന്നത്തെ രീതിയിൽ ഇന്നത്തെ ആളുകൾ, ഇന്നത്തെ എൻജിനീയർമാരെയൊക്കെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള വലിയ സെറ്റപ്പിൽ ആണ് അവർ ഈ ഒരു ഗ്രാമം ഉയർത്തിയത് എന്നാണ് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മളിവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു. ഏതൊരു യാത്രികനെയും അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏറ്റവും അങ്ങേ തലക്കിൽ എന്തോന്ന് കാണുന്നുണ്ട്, അതെന്താണ് വർഷം കഴിഞ്ഞാൽ നോക്കാൻ പോവാം. നമ്മൾ കാണാൻ പോകുന്നത് പണ്ട് കാലത്ത് അവർ നേരത്തെ പറഞ്ഞതുപോലെ മരുഭൂമി ആയതുകൊണ്ട് തന്നെ വെള്ളത്തിന് വളരെയധികം ക്ഷാമം നേരിട്ടിരുന്ന ഒരു പ്രദേശമാണ്. അവിടെ അവർ വെള്ളം സംഭരിക്കുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ജലസംഭരണിയിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇപ്പോൾ അവിടെ വെള്ളമോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഇത് ഒരുപാട് താഴേക്ക് ഭൂമിയുടെ അടിയിലേക്ക് ആയിട്ടാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. താഴേക്ക് ഇറങ്ങും തോറും നല്ല തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഇന്നത്തെ കാലത്ത് വേണ്ട രീതിയിൽ മെയിൻ്റനൻസോ കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവിടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇത് അവരന്ന് ഉപയോഗിച്ച ജലസംഭരണിയാണ്. നമ്മൾ അവരുടെ ജലസംഭരണിയിൽ നിന്ന് മുകളിലേക്ക് കയറാണ് കേട്ടോ. അതുപോലെ തന്നെ അവർ പിന്നെ അവരുടെ ധാന്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ, അവിടെ കേടുവരാതെ സൂക്ഷിക്കാനും വേണ്ടിയിട്ട് അവരുണ്ടാക്കിയിട്ടുള്ള പിന്നെ ഏരിയ ആണ് കേട്ടോ. ഇങ്ങനത്തെ ഏരിയ നേരത്തെ അവിടെ കണ്ടത് ഒന്നുകൂടി ആഴുണ്ട്. പഞ്ചര അത് ഇത്ര ഇല്ല. ഇത് അല്ല, അവിടെ ഈ വീടുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നമ്മൾ കണ്ട മരുഭൂമിയിൽ കണ്ടുവരുന്ന കള്ളിമുൾച്ചെടി ആട്ടത്. അതെ, ഇത് നമ്മൾ പൊട്ടിച്ചു നോക്കിയ സമയത്ത് ഒരു വെള്ളമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ, ജലാംശമുണ്ട്, നല്ല ജലാംശം. ഈ ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു നമ്മൾ തിരിച്ച് നമ്മളെ പാർക്കിങ്ങിലേക്ക് എത്തി. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ മരുഭൂമി ലക്ഷ്യമാക്കി നമ്മൾ യാത്ര ചെയ്തു. ഇതാണ് ആ വില്ലേജിൻ്റെ എൻട്രൻസ് കേട്ടോ. ഇവിടെ വാഹനങ്ങൾക്ക് 50 രൂപ, വ്യക്തികൾക്ക് 30 രൂപ നമുക്ക് പേ ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ. നമ്മൾ ഈ മരുഭൂമിയിൽ ഒരു തടാകമുണ്ട്, ആ തടാകം കാണാൻ വേണ്ടിയിട്ട് മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ജസരി തടാകം എന്നാണ് ഈ തടാകത്തിൻ്റെ പേര്. അതിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ മഴക്കാലം ഇല്ലാത്തത് കൊണ്ടാണ് വെള്ളം കുറവ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശം വരെ വെള്ളം നിൽക്കുന്നാണ് പറയുന്നത്. ഈ
കിലോമീറ്ററുകളോളം ഒന്നുമില്ലാത്ത തരിശായി കിടക്കുന്ന ഈ മരുഭൂമിയുടെ മധ്യഭാഗത്തായിട്ടാണ് ഈ ജസരി തടാകം സ്ഥിതി ചെയ്യുന്നത്. ഈ തടാകത്തിന് സമീപത്തായിട്ട് ചെമ്മരിയാടിൻ കൂട്ടങ്ങളെ കാണുന്നുണ്ട് കേട്ടോ. ഭയങ്കര രോമുണ്ട് നിങ്ങൾക്ക്. ഇതല്ല, അത് മാറാതെക്കാനാ. ഈ ഓരോ ആളുകൾക്ക് ഇപ്പോൾ ഒരു കർഷകന് ഉള്ള അടയാളമായിരിക്കും, ഒരു കളറായിരിക്കും, വേറെ കർഷകന് വേറെ അടയാളമായിരിക്കും. അതിന് അരികിൽ കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭക്ഷണം ഈ തടാകത്തിന് സമീപത്ത് ഇതിൻ്റെ കരയിൽ ഇരുന്നുകൊണ്ട് കഴിക്കാനാണ് തീരുമാനിച്ചത്. നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിലും ഇളം കാറ്റ്, തണുത്ത ഇളം കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. തേങ്ങാക്കുലകളാടുന്നു. ആ കർഷകന് ആടുകളെയും കൊണ്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. വെള്ളമില്ല. അപ്പോൾ ഈ തടാകത്തിലെ വെള്ളം നല്ല വെള്ളം ആയിക്കൊള്ളണമെന്നില്ല, കുടിക്കാൻ ഏതായാലും പറ്റില്ല. അപ്പോൾ ഏതായാലും കൈ കഴുകി ഭക്ഷണം കഴിക്കാനാണ് പ്ലാന്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കൈയൊക്കെ കഴുകി ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ ഈ നദീക്കരയിൽ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാം കേട്ടോ. മരുഭൂമിയിൽ കൂടിയുള്ള യാത്ര തുടരുകയാണ്. സ്ട്രെയിറ്റ് റോഡാണ്, കിലോമീറ്ററുകളോളം നീണ്ട റോഡുകളാണ്, നേരായ പാത. നമുക്ക് ഇവിടുന്ന് ഇത്തരത്തിലുള്ള ഒരു ചെക്ക് പോസ്റ്റിന് ഇത്തരത്തിലുള്ള റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് പാകിസ്ഥാനോട് വളരെ അടുത്ത് കിടക്കുന്ന അതിർത്തി പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ചെക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഭയങ്കര കർശനാണ്. ഇവിടെ നമുക്ക് പുറത്ത് നോക്കിയാൽ കാണാൻ കഴിയും വിവിധ തരത്തിലുള്ള ടെന്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ജീപ്പ് സഫാരിക്ക് വേണ്ടിയിട്ട് ഇവിടെ മരുഭൂമിയിൽ എത്തിയിരിക്കുകയാണ്. നമുക്കുള്ള പോകാനുള്ള ജീപ്പ് ഇപ്പോൾ വരും. ഓക്കെ, മരുഭൂമിയിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഉള്ള ടെൻറ്റുകളൊക്കെ എങ്ങനെയാണ് കേട്ടോ, മരുഭൂമിയിലുള്ള ടെൻറ്റുകളൊക്കെ ഇത്തരത്തിലുള്ളതാണ്. ഇവിടെ ഈ ഒരു ഏരിയയിൽ കൾച്ചറൽ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ രാത്രി നടക്കും. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലെ കാഴ്ചകളൊക്കെ നോക്കാം. ഇത്തരത്തിലാണ് ഇവിടെ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടീമിന് പോകാനുള്ള ഒരു വാഹനം ഇവിടെ എത്തിയിട്ടുണ്ട്, ജീപ്പ്. അപ്പോൾ ഇതിന് കുറച്ച് പേര് കയറിയിട്ടുണ്ട്. അടുത്ത വാഹനം ഉടനെ വരും. നമ്മൾ ഡെസേർട്ടിൽ പോകാൻ സഫാരി അടിച്ചു പൊളിക്കാൻ പോകും. അപ്പോൾ നമ്മൾ ഡെസേർട്ട് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ മരുഭൂമിയിലേക്ക് കയറി ചെല്ലാൻ പോവുകയാണ്. നമ്മൾ നല്ല കൃത്യസമയത്താണ് എത്തിയത്. നല്ല അടിപൊളി സൺസെറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, സൂപ്പർ സൺസെറ്റ് കേട്ടോ, അടിപൊളി. കറക്റ്റ് ടൈമാണ് നമ്മൾ വന്ന്. ഇതാണ് മറ്റേ സാധനം നമുക്ക് കിട്ടണം. പിടിച്ചോളെ, ഡേഞ്ചർ ഡേഞ്ചർ. വാവ്, അടിപൊളി. അല്ലാ, പിടിച്ചോ 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 പിടിച്ചോ. എന്താ മോനെ കൊണ്ടുപോയി. അങ്ങനെ നമ്മൾ ഇതിൻ്റെ കേന്ദ്രത്തിൽ സെൻറ്ററിലെത്തി, മരുഭൂമിയുടെ. ഇവിടെ ഒരുപാട് യാത്രികർ ആളുകളുണ്ട്. ഇവിടെ നമ്മൾ ടീമൊക്കെ ഒട്ടപ്പുറത്ത് കയറിയിട്ടോ. ഇവിടെ നമ്മളെ കുറച്ച് ആളുകളൊക്കെ ഒട്ടകപ്പുറത്ത് കയറിയിട്ടുണ്ട്. ബാക്കി ഇപ്പോൾ നമ്മൾ കയറും. ഓക്കെ, ഇവിടെ ഒരുപാട് ഒട്ടകങ്ങൾ അതുപോലെ പല ജാതി പരിപാടികളുണ്ട്. അടിപൊളി.
പിടിക്കാൻ സൗകര്യമില്ലേ ഇവിടെ? കടിച്ചോ? ഇങ്ങോട്ട് വരില്ലേ? നമ്മള് ക്യാമൽ റൈഡിലാണ് guys. ആ വണ്ടി കുറച്ച് ചാടും കുതിര കുതിര കയറ്റം കയറാണ് ഗായ്സ്. കുതിര കടിക്കും പറയുന്നുണ്ട്. അയ്യോ സൂപ്പർ എക്സ്പീരിയൻസ് ഗായ്സ്. ഒട്ടകം ക്യാമൽ റൈഡ്. നമ്മള് ഒട്ടകത്തിന്റെ റൈഡൊക്കെ കഴിഞ്ഞു. വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരുന്നു കേട്ടോ. അങ്ങനെ മരുഭൂമിയിലെ സൂര്യാസ്തമയം നമ്മൾ കണ്ടു. സൂര്യാസ്തമിക്കാൻ പോവാണ്. നല്ല അടിപൊളി വൈബ് സെറ്റ് സ്ഥലമാണ്. नाम क्या है बेटा? क्या? नाम नाम वीडियो है नाम चांदा। चांदा। अच्छा वाला है वो कैमल राइड। अच्छा है। तुम्हारा कैमल है? मेरा कैमल है। नाम क्या है कैमल का? जानी। ജാനി. അവൻ്റെ ക്യാമൽ ജാനി എന്ന് പറഞ്ഞ ക്യാമലിൻ്റെ മേലാണ് നമ്മൾ റൈഡ് നടത്തിയത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നമ്മൾ ഇവിടെ ഡെസേർട്ടിൽ നിന്ന് ഏതാനും നിമിഷങ്ങളൊക്കെ നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോകും. അപ്പം നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മരുവിന സമയമായിട്ടുള്ളൂ, 6:30 ആയിട്ടുള്ളൂ. നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. നല്ല ക്യാമൽ റൈഡ്, നല്ല ജീപ്പ് സഫാരി നമ്മൾ വന്ന് അത്രയും ദൂരം നമുക്ക് തിരിച്ചു പോകണം. ഒരു 10-15 മിനിറ്റോളം നമുക്ക് തിരിച്ചു പോകേണ്ടി. ഒട്ടകത്തുമ്പോൾ ഓടാണ് ഗായ്സ്. വീണ്ടും കയറി അവസാനം ഞങ്ങൾക്ക് ആഗ്രഹം ഒട്ടകത്തിൽ ഓടണം. ഓടുന്ന ഒട്ടകത്തിൽ ആഗ്രഹം കൂടി അങ്ങോട്ട് സഫലീകരിക്കാണ് ഞങ്ങള്. ബാലൻസ് ഉണ്ടോ വെച്ചാ ബാലൻസ് ഉണ്ട്, വീഴു വെച്ചാ വീഴൂല. ഒട്ടകത്തുമ്പോ സാധാരണ എല്ലാവരും നടക്കലാണ്. ഒട്ടകത്തിന് ഓടാണ്. നല്ല തണുപ്പുണ്ട്. ഉണ്ടല്ലോ അപ്പൊ നമ്മൾ ഇവരുടെ കൂടെയാണ് ഇപ്പം ക്യാമലിന്റെ മേലില് ഓടിയത്, റൺ ചെയ്തത്. ഈ ബയ്യയുടെ പേര് ഇസ്ലാം എന്നും ഫോട്ടേഖാൻ എന്നുള്ള വ്യക്തി. ഇവരുടേതാണ്, ഉടമസ്ഥയിലുള്ളതാണ് ഈ ഒട്ടകങ്ങൾ. വളരെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സാധാരണ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിയിട്ട് ഒട്ടകം നടക്കാറാണ് പതിവ്. അപ്പം ഇവിടെ എന്താ സംഭവിച്ചത് വെച്ചാൽ ഒട്ടകത്തിന് മേലെ കയറിയിട്ട് ഒട്ടകം ഓടി. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, ചെറിയ പൈസക്ക് നമുക്ക് നല്ലൊരു സർവീസ് ആയിട്ട്. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കൾച്ചറൽ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
നമ്മൾ പാർട്ടി കഴിഞ്ഞു, രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാം. പാർട്ടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നതാ. ഇതാണ് കേട്ടോ അവിടുത്തെ ഒരു ബൊഫേസ്റ്റാണ് സെറ്റപ്പ്, ഡൈനിങ് സെറ്റപ്പ്. അപ്പോൾ നമ്മൾ ഈ ഹട്ടിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, രാജസ്ഥാനി പരമ്പരാഗതമായിട്ടുള്ള ഒരു ഹട്ട്, ഒരു കുടിലാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഇന്നത്തെ താമസം.